ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വ്ളോഗ് എന്നാണ് വരിക എന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഒരേ ദിവസത്തെ 4ാമത്തെ വ്ളോഗാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഈച്ചുണ്ട്, കെൻസ് ഉണ്ട്, ഹർഷുണ്ട്, ഇക്കുണ്ട്, കോയക്കുട്ടിയാക്കുണ്ട്, ഇമ്മച്ചിണ്ട്, ഇമ്മച്ചില്ല, സംസുകാക്കുണ്ട്, നിയാലുണ്ട്, ഷാനുണ്ട്, AJV ഉണ്ട്. ഇല്ല, പോന്നിട്ടില്ല. അത് ഫേക്ക് ന്യൂസാ. ഇല്ലേ, ഞാൻ ഓളെ സ്കൂളിൽ പോയിനി. വിളിച്ചു പറയും. ഓള് ബസ്സിനാ വരിക. ഓള് പോരുന്നുള്ള ടീച്ചേഴ്സിനോട് പറഞ്ഞു. അപ്പൊ ചിലപ്പോ വിളിച്ചതാവും. അങ്ങോട്ട് ബസ്സൊന്നും ഇല്ലട്ടോ. എന്താണ് ഏട്ടവണ്ണ കാത്തുന്നത്? ഇന്നലെ ഏട്ടവണ്ണ വെയിറ്റ് ചെയ്യാ. ഞങ്ങൾ വരുമ്പോ അവനെ പിക്ക് ചെയ്യാറുണ്ട്. അല്ലെ ഇവര് ചായ അടിച്ച്, ഞാൻ ചായ അടിച്ചില്ല. അപ്പൊ ഞാൻ ചായ അടിച്ചിട്ട് വരാറുണ്ട്. സ്വാഭാവികം. ഞാൻ വർക്ക് കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയി, കാരണം വർക്ക് കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഇവര് പിക്ക് ചെയ്ത് വരാണെന്ന് ഞാനാണ്. എന്നിട്ടുണ്ടല്ലോ സമയം ലേറ്റായി. ഇതൊക്കെ ഒരു അരമണിക്കൂർ ലേറ്റായി. നിങ്ങൾ വരുന്നുണ്ടോ ചോദിച്ചു. അതില് ഇവർക്ക് വിളിച്ച ബസ്. അതിലിപ്പം പറഞ്ഞത് ഇപ്പം ചായ അടിച്ചതാണ്. ഞാൻ നിങ്ങൾ വരണ്ട, ഞാൻ ബസ്സിനെ ആയിക്കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എത്ര സമയം എടുക്കും ഇങ്ങോട്ടെത്താന്? ഞാൻ നിങ്ങളൊപ്പം തന്നെ വരാം. അപ്പൊ തന്നെ വിളിച്ചു. ഒരു മിനിറ്റ് പോലെ ആയിട്ടില്ല. എടാ ഒരാള് ഒരാളെ ഏകദേശം എത്ര കഴിഞ്ഞിട്ട് എടുക്കാം. അത് പറയാ. 2 മണിക്കൂർ നമ്മളെ 2 മണിക്കൂർ കാത്തുക്കൂല. അതിന് പോ അതിന് പോവാ. ബാബാ സിനിമ കയറണോ? അല്ലല്ല, ബാ. ഹെൽമെറ്റോ? സുഹൃത്തുക്കളെ, അപ്പോൾ ആടിനെ എടുക്കാൻ പോവാട്ടോ. ഓലൊന്ന് ഡീൽ ചെയ്യട്ടോ. ഓലൊന്ന് വിളിച്ച് വരാൻ പറയും. ഡീൽ ഉണ്ടാക്കണ്ടേ? 10 മിനിറ്റ് കൊണ്ടുവരാനുള്ളൂ, അറക്കണ്ടേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ പുറപ്പെടുന്നു ഞങ്ങൾ. ആട് വാ, ഇങ്ങോട്ട്. ആടേ കുഞ്ഞാടേ. ഇതെന്താ നേരത്തെ അതൊക്കെ കമ്പേ. വിടാൻ പറയും. മുന്നിക്കൂട്ടോ. വിട്ടോ. റാലി പോലെ പോകണ്ട, എത്ര മെല്ലെ പോകുന്നു. മുജീബാക്കാൻ്റെ ഇറക്കത്തില്ലല്ലേ? മെല്ലെ പോയാൽ മതി. അതിൻ്റെ കമ്പനി തെറ്റും. ഇല്ലേ, വെറുതെ കമ്പനിക്കാർ കൂടിയതാ. ഹായ്. മുണ്ടിൽ ഇല്ല, നേരെ പോവാം. അവിടെ തന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ആട് മുജീബാക്കാൻ്റെ വീട്ടിലാണുള്ളത്. അവിടെ വരെ പോയി ആടിനെ എടുക്കുന്ന ഇതിന് ഇതിട്ട് കൊടുക്കണേ പരവതാനി. അപ്പോൾ അത് പോകണമെങ്കിൽ ഇങ്ങനെ റോഡിൽ വിരിച്ചാൽ പോലെ ഒന്നാ സമയം എടുക്കുമല്ലോ വരലെത്തും പോലെ. കേട്ടല്ലേ? നാട്ടായിട്ടോ. ആര്
അയ്യോ അവിടെ ഒരു ലാബ് ഉണ്ടോ? ആ ഇതാണ് മുജീബാക്കാന്റെ പേരാ. യൂട്ടാണോ ഇതോ? മുജീബാക്കാൻ ഞെട്ടും. എന്തേലും പ്രശ്നം ഉണ്ടായോ? നാട്ടുകാർ കൊള്ളുന്നല്ലോ. ചവിട്ടി ആടെ പാപ്പാനെ മുജീബാക്ക ടെൻഷനാക്കും. ഇത്രയാളോ? അല്ല മുജീബാക്കൊക്കെ ഒരു ആടിനെ നോക്കാൻ ഏൽപ്പിച്ച്. ഇങ്ങോട്ട് എവിടെ ആടെവിടെയാ? ആടെവിടെ? ആട് എവിടെയാണ്? നല്ല രീതിയിൽ നോക്കിയ ആടാണ്, വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തിയ ആടാണെന്ന് അജീത് പറഞ്ഞിട്ടോ. ഇങ്ങോട്ട് വാ, കൂടിക്ക് വിട്ട് ഒറ്റക്കല്ലേ. വൈറ്റ് ഫോൺ ഇല്ല, കുത്തിച്ചേക്കാ. അങ്ങോട്ട് വല്ല വീഡിയോ പിടിച്ചോ. എവിടെയാ? മുജിബാക്ക ഇവിടെ അല്ലേ? മുജിബാക്ക ഈ വലിയ ആടോ? സൈക്കിൾ കോയിനെ കണ്ടിട്ട് നോട്ടാ. രസമില്ലാത്തൊരു ഫണ്ണാണ്. സ്വന്തം യൂണിവേഴ്സിൽ ആരെങ്കിലും ഓടിപ്പോണൊക്കെ നോക്കി കണ്ടിരിക്കുക. കോയി ഓടിയപ്പോ സൈക്കോയും ഫുൾ എക്സ്പോസ് ആയി. ക്യാമറ വെച്ചു, എന്നിട്ട് ബ്ലോഗ് അങ്ങനെ എടുത്തു. അർഷിനോടൊക്കെ ഫുൾ ഫയർ. ലാസ്റ്റ് ബ്ലോഗിന്റെ അറപ്ലേ ഇതിന്റെ സാധനം അല്ല ഇത് എന്ത് വോട്ടാണ് ഓടുന്നത് കുട്ടിമോനെ? പിന്നെ കുറച്ച് ആട്ടുംകാട്ടാവുന്നുള്ളൂ. അതിനെ പിടിച്ചിട്ട് കാര്യമില്ല. അത് മതിയോ? അല്ല അതാ അത് ഓടിയപ്പോ പിടിച്ചതാ. എടാ ദത്തച്ച് ഇതിനെ കാട്ടിക്കണേ. അല്ല അതിന്റെ കാല് പിടിച്ച് മാപ്പി വെക്കണം. ഇതൊന്നും ബന്ധാൻ കാട്ടെ. ഇതാണ് ഇതേ ബാക്ക് കൂടെ വരല്ലോ. അർച്ചി ഇതിപ്പോ ആകാട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ആടിന് അർച്ചിയെ ബാക്കിൽ പിടിച്ചതിനെ കയറ്റിയാണ്ട് പൊടിച്ച അർച്ചിയ പുടി അർച്ച കേറ്. അതിന് മൂക്കാറൊന്നുമില്ല. കാല് കെട്ടണ എടാ അതിന്റെ കാല് കൂട്ടി പിടിച്ചണോ? അങ്ങനെ പിടി. ഈസാനെ കൊത്തേ ഇന്നത്തെ കോയോ അല്ലേ? നല്ല കുത്തുണ്ടോ? നമ്മളെത്ര ആടിയാണ്ടുള്ള മുത്ത സീനാട്ടോ. ഈ ആട് സീനാട്ടോ. നമ്മൾ ഇത്രയും കാലം കണ്ട ആടുകളെ പോലെ അല്ലട്ടോ.
ആട് കടിച്ചോ? മൂത്തോര് പറഞ്ഞ കേക്കി. അല്ല പോവാ. അല്ല ഒരു വണ്ടി തിരിച്ചിട്ട്, ഒരു വണ്ടി ഈ സ്കൂട്ടി തിരിച്ചിട്ട്. ജിംഷാ നമുക്ക് അമ്മ പോണം. വരി ഇതങ്ങോട്ട് വരി, ഫോണേരി പോലി പോലി. ഇവിടെ അല്ലേ ഇനി അതാ ശരി ബാ ബാ കണ്ണ. ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ആട് ഏകദേശം റെഡിയാണ്. കെട്ടാതെ കൊണ്ടുപോകണം. ഏതോ ഡേഞ്ചർ ആടാ കേട്ടോ, സാധാ ആടല്ല. ആ അടക്ക് പോലെ ഞാനുണ്ട്. എടാ ഇതിമ കയറി നടു കയറി. അല്ല ഇജ്ജ് കയറിക്കോ, ഞാൻ നടു കയറാ. അല്ല ഇജ്ജ് നടു കയറിക്കോ, ഞാൻ ബാക്ക് കയറാം. അയിമ കയറോ എടുത്തു പോകാനാ. അപ്പൊ സുഹൃത്തുക്കളെ ആടിനെ കൊണ്ടുപോവുകയാണ്. പോവാ സൈക്കോ സ്പീഡ് വിട്ടല്ലോ കേട്ടോ. സ്കൂട്ടി മറിച്ചിടല്ലോ കേട്ടോ. നബീലെ പിടികിടല്ല ആശാനേ. മെല്ലെ 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 0.5 ഇട്ടോക്ക്. നല്ല ഫ്രെയിമോ. മെല്ലെ പോന്നാണ് ഈ കുട്ടികളെല്ലാരും. അർശിനൊരു കാട്ടി അടിച്ചിക്കണ് കൈന്. അയ്യേ പോയി. അപ്പുറത്തെ സൈഡ് കേക്ക്. അതിന് ഈസാന് വണ്ടി മേലെ എങ്ങനെ ഇരിക്കണോക്കെ. വികലിട്ടോ അല്ല ആട് ഇരിക്കണോക്കെ. ആട് കുത്താമൂടിലാ ഇരിക്കണ കേട്ടോ. അയ്യോ അല്ല അങ്ങനെ പോയാൽ പോകും കേട്ടോ, എന്തായാലും പോകും. ഈ ആടിനൊരു 4 ദിവസം മുന്നേ കിട്ടേണ്ടി അല്ലേ? മെല്ലെ പോ മെല്ലെ പോ മെല്ലെ പോ മെല്ലെ പോ മെല്ലെ പോ മെല്ലെ പോയി. കണ്ണാപ്പിയെ അന്റെ അവിടെ അല്ല കേട്ടോ ആട്. മാർക്കൊപ്പം കുറെ തുടങ്ങും കേട്ടോ. മാർക്ക് ജന്തുക്കളെ കണ്ട സീന. അല്ല എന്താ പ്രശ്നം? എന്താ പ്രശ്നം? കടിച്ചുണ്ടോ? അയ്യേ അത് ഇറങ്ങല്ല ആട്. ആട് നേരെ എടുത്ത് നേരെ നീർത്തിപ്പൊടി വേണ്ട കണ്ണു മൂടണ്ട. അല്ല സമാധാനപ്പെടുത്തിയ ആടിനെ സബൂറാക്കി ആടിനെ ഒഴിഞ്ഞെടുത്താലേ. നബില കുറച്ച് വെള്ളം കൊടുത്താ ഇത്രയും പൈപ്പുമ്മ കെട്ടുക ആടിനെ.
അല്ല അവിടെ കെട്ടാൻ പറ്റില്ല. അർശി അയിമ കെട്ടിക്കളാ. അയിമ ആ വാതിൽമ കെട്ടിക്കളാ. ഇനി വാതിൽ പറിച്ചു പോയോ? ഇതിമലോ അത് പറിച്ചു പോയിട്ടോ. സീനാടാട്ടത്. പക്ഷെ കെട്ടിക്കഴിഞ്ഞ ഇവനൊക്കെ ക്രൂരനാട്ടോ. കെട്ടിക്കഴിഞ്ഞേ അതിനൊരു തുള്ളി വെള്ളം കൊടുക്കാതെ വേ അറക്കി തിന്ന് പോവാനുള്ളതാണ്. ഒന്നുകിൽ എന്റെ ചുണ്ടിനൊരു കുത്തിട്ടും അല്ലെങ്കിൽ എന്റെ ഒരു മുട്ടമണിക്ക് കുത്തിട്ടും. അർത്ഥത്തിലല്ലോ മാറ്റിയില്ലേ. ഈ ആടിന് ആരായിട്ട് ബന്ധമൊന്നുമില്ല. വെള്ളമായിട്ട് ഒരാൾ വന്നാണ്. അല്ല ആടിനെ പിടിച്ചൊരു തമ്മില് നടക്കുമോ? എടാ ആരെ പണിയാ? അല്ല എടാ അയ്യോ അതുകൊണ്ട് ആടിനടിച്ച് നോക്കിയേക്കാം. എന്താ എന്റെ മൂഡ് സ്പൈക്കാവും. 5 മിനിറ്റ് നമ്മൾ ഇതൊരു ആവേശല്ലേ. ഞാൻ അതിനിടക്ക് ഒറ്റക്കൊന്ന് തായ്ലൻഡ് പോയി. നീ ആരോടും പറയാതെ വെറുതെ പറയാട്ടോ. ലോകത്ത് ആദ്യമായി ഒറ്റക്ക് തായ്ലൻഡ് പോയി. എന്തിനാ എനിക്കും അറിയില്ല. കൂട്ടുകാരെ പോയത് എങ്ങനെ കെട്ടണ്ടല്ലോ അതുകൊണ്ട് കയറ് വിടുന്നോട്ടെ. അന്ന് അങ്ങനെ വെച്ചതാ. മനസ്സിലായി. എന്ത് ആട് നടക്കുമ്പോ ഇതാക്കാനാ? ആട് കടിച്ചോ? കുത്തിയോ? അന്നേ എടാ അവിടെ എങ്ങനെ കുത്തി? കൊടഞ്ഞില്ലേ? എടാ അജീവതേ സോപ്പും പൊടി ഇട്ടുണ്ട് കലക്കി കൊടുത്തില്ലേ? കാടുകളല്ലാത്തോണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് ആടിന് സോപ്പും വെള്ളം കൊടുത്ത മൊയന്ത്. വലിയൊരു നന്മ ഇതാണ്. അല്ല ഇവലിപ്പോ എന്താ ഓമനിച്ചാൻ കൊണ്ടുപോയി ഇതിനെ? സലീമക്ക് എന്താ വെച്ചാ 24 hour ഷിഫ്റ്റാ. അപ്പൊ അവിടെ നിന്ന് കയറാൻ ആളില്ലാറിന്. അത് ഉമ്മച്ചെന്നെ വെക്ക ബിരിയാണി ആക്കാറിന്. ആ മന്തിയാക്കാൻ മന്തിയാക്കാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മന്തിയാക്കാം. ബിരിയാണി എന്തും ചെയ്യാം. നല്ല ടൈം ഉണ്ട് നമുക്ക്. 9 മണിക്ക് പോകണ്ട. എനിക്ക് 9 മണിക്ക് പോകണ്ട. എനിക്ക് നമുക്ക് അതിന് ഉപ്പ് മുളക് കിട്ടാ മതി. അല്ല 9 മണിക്ക് എന്നോട് പോകണം അനക്ക് ട്രെയിനാണ്. അപ്പൊ ഇജ്ജ് പറഞ്ഞു എനിക്ക് 9 മണിക്ക് എന്തോ വലിയ തിരക്കുണ്ട്. തിരക്കൊന്നുമില്ല. ഇബിൽക്ക് കോഴിക്കോട് പോകണം പറഞ്ഞേ. എന്തത് എടാ ആടപ്പുറത്തേക്ക് ചാടി. അതപ്പോ ആയുള്ളത് അല്ല ഇജെന്താ അവിടെ നിക്കണ്? നീയാല് വജ്ജൊക്കെ മറന്നെത്തോ അവിടുത്തെ? വരുമ്പോ വജ്ജ് മറക്കൂലേ? അപ്പൊ നിയാല് 6 മാസത്തിന് ശേഷം എന്റെ വീട്ടിലേക്ക് വന്നിരിക്കണം. അപ്പൊ നിയാല് വന്ന് 7 മാസത്തിന് ശേഷം നിയാലിന്റെ വീട്ടിൽ വന്നിരിക്കണം. അതിലതാ പോയിന്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ആടിനെ ഇറക്കണ കേട്ടാ. ആ നിയാലിനോടെ നിയാലേ അയലത്തന്നെ ചെല്ലി.
ഈ കിണറ്റിലടി നാട് ആര് കഴിഞ്ഞ വർഷല്ലേ ആ കഴിഞ്ഞ വർഷം അന്ന് ആരെ രക്ഷിച്ച് ലാസ്റ്റ് സമയത്ത് ആരെ കണ്ടല്ലേ ആ പോണ് കിണറ്റിക്ക് പടച്ചോനെ അപ്പം ആഴ്ചമാറ്റം എന്ത് ചെയ്തു തേങ്ങയൊക്കെ 4 തേങ്ങ അരച്ച് കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെന്താ പറയാ കമ്പിപ്പാരെ തേങ്ങപ്പൊളിയോ ഇതിങ്ങനെ വെച്ച കാഴ്ച മാത്ത കൂടുതൽ എന്താ പറ്റിയേ ഡ്രഡ് എത്തി സന്തോഷം ഇപ്പൊ ടൈറ്റ് ആയിട്ടോ ഇപ്പൊ ഭയങ്കര റഫായിട്ടോ ഞാനൊരു റഫ് കൂടിയപ്പോഴാണ് പുള്ളിലേക്ക് പൂക്കിയാണ് വൻ പൂക്കിയാണ് അവിടെ എത്തിട്ടേ ഡ്രഡ് എത്തി അറിയാണ്ട് ചാടി കളിച്ചു മേ ഷാനുവോ ടീഷർട്ട് എന്തോ ഇല്ല ഇതിന് പുറന്ന് നോക്ക് മാറ്റി വെക്കുന്നാല് അതെ എന്റെ മുട്ടമണിന്റെ അടുത്താണ് നിൽക്കണേ മാറിന്നോ ഹെൽമെറ്റ് തലമല മുട്ടമണിമലല്ല ഇങ്ങോട്ട് വാ ഞാനല്ല ബനാ പറഞ്ഞേ നടക്കടേ ഈച്ചോ ഇതിനെ വാമാക്കിയിട്ട് കാര്യമില്ല അല്ല ഈച്ചോ ഇത് ഒരു തമ്മിൽ എടുക്കണ്ടില്ല അപ്പൊ ഡ്രഡ് ഒറ്റയ്ക്ക് പെരിന്തൽമണ്ണയിൽ നിന്നും കാർ ഓടിച്ചെത്തിയിട്ടുണ്ട് ആർഡർവ് പ്രമാണിച്ച് പെരിന്തൽമണ്ണയിൽ നിന്ന് കാർ ഓടിച്ച ഒരു മഹത് വ്യക്തിത്വം നമ്മുടെ കൂടെ എത്തിച്ചേർന്ന് വാ ഇത് മിക്കവാറും എനിക്ക് തിന്നാൻ കൂടൂല അതങ്ങട്ടാ പോണ് വാ 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 പേടിച്ചണ്ട ഹിൻലെസിന്റെ ടീഷർട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഡ്രഡ് ഇവിടെ എത്തിയിരിക്കുന്നു കസ്റ്റമൈസ് ആയിട്ട് ഹിൻലെസ് ടീഷർട്ട് ഇട്ടിരിക്കുന്നു ഡ്രഡ് എന്താ ആ സീറ്റിലാ ഓട്ടി വന്നേ ആടെ പെരുന്തമണ്ണ ഫുഡങ്ങാടി അല്ല ഷാനു ഓലോടെ അളവെടുത്തോണ്ടിക്ക അളവെടുക്ക ഷാനു മുടി ഒന്ന് സ്റ്റൈലാക്കിട്ടോ ഷാനു ഇത്രയും കാലമുള്ള ഒരു സ്റ്റൈലല്ല ഇനി മുതല് കടിച്ച് ഇവിടെ കടിച്ച ഭാഗ്യം വേറെ എവിടെയാണല്ലോ എടാ ഇത് കടിച്ചിണ്ട് കേട്ടോ ആയിക്കോട്ടാ ഇന്റെ CCTV എന്നുള്ള ഇപ്പൊ നടന്ന ദൃശ്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നതാണ് വാ എന്താ അത് ജിലേബിയാ എടാ അത് മറ്റോൽതാണോ എടാ മറ്റോൽതാണോ അല്ലല്ലോ അല്ല മറ്റോൽക്ക് ആയിക്കോട്ടാ ഇത് ഡേഞ്ചറാടാട്ടോ അല്ലല്ല കോയക്കുട്ടിയെ കറുത്തളേ ഇപ്പച്ചിയോ അപ്പൊ ഹിൻലെസ് ക്രിയേറ്റീവ് സ്റ്റുഡിയോന്റെ ടീഷർട്ട് ഇട്ടുകൊണ്ട് ആടിനിറക്കാൻ വന്നിരിക്കുന്നു ഇപ്പച്ചി
എന്തിനും ഏതിനും പറ്റുന്ന ടീഷർട്ട്, ഹിൻലെസ് ടീഷർട്ട് ഞങ്ങളൊരുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ആടിനിറക്കാനും ആടിനെ നോക്കാനും ആടിനെ വളർത്താനും ഹിൻലെസ് ടീഷർട്ട്. പക്ഷേ മാറുന്നല്ലോ കേട്ടോ, മാസമായിട്ട് നിന്നിട്ട് അങ്ങനത്തെ ആടല്ല കേട്ടോ. എന്താ കാര്യമായി എന്തോ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഷാനും റെഡും. ഇഞ്ച പെണ്ണുങ്ങൾ വന്നു, ഇഞ്ച പെണ്ണുങ്ങൾ ഇഞ്ചത്തൊക്കെ വന്നു, ഇഞ്ച പെണ്ണുങ്ങളെ ആചരിക്കണത്. അത് കാച്ചെടുത്തു കാച്ചെടുത്തു ആരത് ആ. അപ്പം ആടിനെ ഇറക്കാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മളെല്ലാവരും കൂടിയൊരു ദിവസമാണ്. ഇവലൊക്കെ കൂടാൻ അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? ആട് അവസാനം നമ്മളെ പെരയ്ക്ക് വരന്നെ വേണ്ടി വന്നു. ആടിനെ ഇറക്കുകയാണ്. അങ്ങോട്ട് കട്ടണം കേട്ടോ. അപ്പോൾ എന്തായാലും ആടിനെ അറുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും തോല് കീച്ചിട്ട് ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളായിട്ട് ബന്ധമില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ആടിനെ കൊണ്ടുവരാന്നത്. മറ്റേ ആട് ഒരു ദിവസത്തിന് വന്നാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ആടിനായിട്ട് ബന്ധമാവുകയാണ്. എന്നിട്ട് ആടിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പോകണം. അപ്പോൾ അത്രയും ദിവസം നമ്മൾ ആടിനെ വാങ്ങിയിട്ട് നമ്മൾ വാങ്ങിയോടെ തന്നെ വെച്ചിട്ടാണ് കീപ്പ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ആടിനെ ലേറ്റാക്കി വാങ്ങി പെട്ടെന്ന് കൊടുക്കുന്നത്. അതാകുമ്പോൾ ആടിനായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല, വേഗം ഇറക്കാന്നുള്ള രീതിയിൽ എല്ലാവർക്കും. അപ്പം ഞാൻ പ്രോമിസ് ചെയ്ത ഇത് കൊടുക്കുകയാണ്. RCB കപ്പടിച്ചത് പ്രമാണിച്ച് അടുത്ത IPL തുടങ്ങാനായി ആടിനെ ഒരാട് എല്ലാവർക്കും നമ്മളെ വക സമ്മാനമായിട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അറുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാം. അപ്പോൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഓരോരുത്തരും ഓരോ പണിയിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വെപ്പ് പരിപാടി എന്തൊക്കെ ആവട്ടെ, എന്ത് വെപ്പാണെങ്കിലും അരി വെപ്പ്, ചോറ് വെപ്പ്, നെയ്ച്ചോറ് വെപ്പ്, ബിരിയാണി വെപ്പ്, പാലവെപ്പ്, എന്ത് വെപ്പായിക്കോട്ടെ, പാലവെപ്പ് ഇല്ലാട്ടോ, പാവാണ്. എന്തിനും വിശ്വസിച്ച് നമുക്ക് കൂടെ നിർത്താനും വിളിക്കാൻ പറ്റുന്ന നമ്മളെ സ്ഥിരം സാരഥിയാണ് അർഷി. അതന്നെ വെപ്പ് മാത്രം, അതാണ് പറഞ്ഞത്, വെപ്പുകൾ മാത്രം. പിന്നെ അവിടെ ഒരു ടീം ഗ്യാസ് നിറക്കുന്ന ടീമുണ്ട്, കുറച്ച് ആൾക്കാർ, 4 ആൾ ഗ്യാസും കുറ്റിയിലേക്ക് ഗ്യാസ് നിറച്ച് കൊടുക്കുന്നു. ഇമ്പോർട്ടന്റ് കളി കേട്ടോ. എടാ ഇത് ഇങ്ങനെ അല്ല അത് സൈഡ് അല്ലല്ല ഓൻ ഭയങ്കര ഡയലോഗ്. സുശീല അപ്പം ഒരാളെ കളിയാക്കിയിട്ട് കാര്യമില്ല, പണി അറിയണം എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണിത്. നല്ല രീതിയിൽ തുറന്നീന ഗ്യാസ് അടുപ്പ് മറ്റോനെ മോട്ടറാക്കിയിട്ട് ഇതിന്റെ വള്ളി വേറെയും ഗ്യാസ് വേറെ ആക്കി തന്നിട്ടോ. ഇത് തുറക്ക്, കമ്പിപ്പാര വെച്ച് കുത്തി ടെൻഷനായി. അപ്പൊ ഇക്കു എന്റെ ചോര കാര്യങ്ങളൊക്കെ ആയപ്പോ എന്തോ ഷർട്ട് മെല്ലെ മാറ്റിട്ടാ റെഡ് ഷർട്ടിലേക്ക് കയറി സൽമാനും. ഏത് ഇന്നെടുത്തൊരു പണി പറഞ്ഞ ഞാൻ റെസ്റ്റിലാണ്. അപ്പൊ ഇക്കു എന്തേത് ഒന്നും ചെയ്യാതെ ഊരന്റെ ഡിസ്ക് പോയി. എങ്ങനെയാവും രണ്ടില് നമ്മള് ഒരു 2 മാസത്തിന് മേലെ ഷട്ടിൽ കളിക്കാം. നമ്മളെ ഡിസ്ക് ഒന്നും പോയില്ലല്ലോ, മാഷാ അല്ലാ. ഷട്ടിൽ മക്കോ അല്ല പെരേല് മലടിഞ്ഞപ്പളേ. സുഹൃത്തുക്കളെ, അതാ അടുത്ത കപ്പിൾ വന്നിരിക്കുന്നു. എന്താ അവിടെ ഇറക്കിയേ? ആ അത് പിന്നെ പൊട്ടിച്ചില്ലേ, രണ്ടാമത്തെ പൊട്ടിച്ച് പൊട്ടിയോ പിന്നെയും? എടാ നമുക്ക് ആർക്കും ഇതൊന്നും ചെയ്യാൻ അറിയില്ല, നമ്മളാകെ അത്ര ലോക്കൽ ടീമാണ്. ഇവര് ഇപ്പൊന്നും ഇല്ലെങ്കിലേ ആടുമന്തിക്കല്ലേ വല്ല ഷോപ്പ് കാടുമന്തി ആക്കും. പേടിപ്പിച്ചല്ലേ. എന്ത് ഓനിപ്പോ ചെയ്തോണ്ടിരിക്കണില്ലേ? ഓനിപ്പോ അത്രയും പണിയെടുത്തില്ലേ?
നടപ്പൂരണം എനിക്കറിയോ പറയുന്നുണ്ടോന്നും ജിംഷാന് വയ്ക്കുന്നു കേട്ടോ. പൊട്ടി പൊട്ടി കഴിഞ്ഞു. എടാ നീ നടക്കുന്നു തോന്നുന്നു പക്ഷെ എനിക്ക് തുരുമ്പിടിച്ചിങ്ങനെ കമ്പി അടങ്ങിയിരിക്കും. അപ്പോൾ ആടെ ഏകദേശം എന്താ ഇവിടെ വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കണ്ടോ, ഇറച്ചി റെഡി ആവുകയാണ്. ആ അത് കാണിക്കാം, സീനില്ലല്ലോ. എനിക്കറിയില്ല, പോവാണ് ചാനൽ ഒന്നായിട്ടാണ് പോകും. ഇവിടെ ഇതാ എന്തിനാ വെട്ടണേ? ബിരിയാണിക്കല്ലേ? തല കാണിക്കണ്ടേ? ഇങ്ങോട്ട് പിടിച്ചോട്ടോ, ഇങ്ങോട്ട് പിടിച്ചോ, ഇങ്ങോട്ട് പിടിച്ചോ, ഇങ്ങോട്ട് പിടിച്ചോട്ടോ. ഇറച്ചി ഇതട്ടോ. എത്ര കിലോ ഇറച്ചി ഉണ്ടാവും കോഴിക്കുട്ടിയൊക്കെ? ഇതൊരു 14 കിലോ ഇറച്ചി ഉണ്ടാവും. കാര്യം 14 കിലോ ഇറച്ചി. ഇമ്മച്ചിയെ 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 ഇമ്മച്ചി ഇമ്മച്ചി 6 കിലോ എന്നല്ലേ പറഞ്ഞീന്? ഇന്നലെ എന്നോട് പറഞ്ഞല്ലോ 6 കിലോ ഇറച്ചി ഉണ്ടാവുള്ളൂ. 16 കിലോ ഉണ്ടല്ലോ. 16 കിലോ പറഞ്ഞില്ല. 14 കിലോന്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. 14 എത്ര കിലോ ഇറച്ചി ഉണ്ടാവും? 14 മേലുണ്ടാവും. ആക്കാൻ വേണ്ടി നോക്കി നോക്കാം. ഇല്ലല്ല അത് സീനില്ല, എല്ലാരും കാണിക്കണല്ലോ. 16 കിലോ ഇറച്ചി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എത്ര ഉണ്ടാവും പച്ചിയ? ഇതിൻ്റെ ഒരു 16-17. ഷാനുദ ആട് വെട്ട് പരിപാടിയിലേക്ക് കയറിയിരിക്കുന്നു. വെട്ടാനും വെട്ടിപ്പൊളിക്കാനും തല്ലിപ്പൊളി ഷാനു. എന്തേ എന്താ പ്രശ്നം? 3 കൊയ്യുത്തി റെഡിയില്ല. ആടിന്റെ വേസ്റ്റ് ഇടാൻ കുത്തിയ കൊയ്യാണിത്. ആ ഒന്ന് വന്ന അവിടെ വരെ ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. അപ്പം ആട് കുറ്റി എക്സ്ചേഞ്ച് കൊടുക്കണം. നിയാലിനോട് എന്ത് പറഞ്ഞറിയോ? അപ്പം നിയാലിനോട് പറഞ്ഞു ആടിന്റെ വേസ്റ്റ് ഇടാന്. ആ ആടിന്റെ വേസ്റ്റ് ഇടാനൊരു കൊയ്യുത്താൻ പറഞ്ഞിട്ടോ. ഒരു 17 കിലോ വലുപ്പമുള്ള ആടിന്റെ വേസ്റ്റും സാധനങ്ങളും ഇട്ട് മൂടണമെങ്കിൽ ഒരു കുയ്യ നമുക്ക് ആവശ്യമാണ്. അപ്പം നിയാൽ എന്ത് ചെയ്തു? കുഴി കുത്തി കഴിഞ്ഞ് അങ്ങോട്ട് വന്നു. കുഴി സെറ്റാണ് പറഞ്ഞു. ഇത് ചെരിഞ്ഞളന്നാലും തന്നാലും ആടിന്റെ വേസ്റ്റ് ഉണ്ടാക്കാം. ഓൻ കുത്തിയ കുയ്യാത്. ഇതേ കോഴിക്ക് കാഷ്ടടാനുള്ള കുയ്യതില്ല. എൻ്റെ ആടിന് അതുണ്ടാക്കാനുള്ള ഗുണ്ട് ഇവിടെ വേരുണ്ടാവുന്ന ഞാൻ ചിന്തിച്ചെടുത്തു. മരത്തിന്റെ പേര് ഈ പ്ലാവിന്റെ. അപ്പൊ അടി പോയാല് പെടും. എങ്ങനെ ബുദ്ധി വളായില്ലേ? എന്നാ പിന്നെ അവിടെ അടി പോയി കുത്തി കൂടെ. കുത്തി വേറെ കുഴിയുണ്ടോ? പിന്നെ 3 കുത്തി. ജിമ്മയെ നോക്കിക്കോട്ടോ തല. അവിടെ പേര് കിട്ടി. ഇയാളെ കൊയ്യക്ക ഇത് ഇവിടെ ഓൾറെഡി കൊയ്യുള്ളതാ. അത് ഞാൻ കുത്തിയാണേ. 3 എണ്ണത്തിലായിട്ട് സ്പ്രെഡ് ചെയ്തിടുക. അല്ല ആയിഷമാത്താൻ്റെ ശരിയാണല്ലേ? 3 ഞങ്ങൾ ട്രൈ ചെയ്തു. 3 പോയില്ല. ആയിഷമാത്ത ആടാവോ? ആട് വേവോ? ഇപ്പൊ പോവേ ആട് വേവോ? ഇതൊക്കെയാണ് അടുക്കള ആംഗിൾ മോനെ. ഇങ്ങനത്തെ ആംഗിളിൽ വ്ളോഗ് ചെയ്യണ ഒരു യൂട്യൂബറിനെ കാണിച്ചെന്നാല് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഈ ആംഗിളിൽ ഉള്ളി, തൂമിച്ചുള്ളി, ആഴ്ചമാത്ത, അമ്മച്ചി, ഡ്രഡ്, ലതച്ചേച്ചി എല്ലാവരും മിക്സ് ചെയ്യണ ഒരു ആംഗിൾ വേറെ യൂട്യൂബിൽ കാണിച്ചെന്നാല് കുറച്ചും കൂടി ബാക്കിൽ വെച്ചാൽ കറക്റ്റ് ആംഗിൾ. ആ മാറാലോടൊക്കെ കിട്ടണം. ഇതാ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് പാചകക്കാർ വന്നിട്ടുണ്ട്. ഷാനു എല്ലായിടത്തും ഡ്രഡുള്ളിടത്തൊക്കെ ഷാനു എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. മെല്ലെ അവിടെ വന്നു പോയി. മെല്ലെ പെണ്ണുങ്ങളെ ഇഞ്ച പെണ്ണുങ്ങളെ പണിയെടുപ്പിച്ചാലിട്ടോ. ആ പെണ്ണുങ്ങൾ പണിയെടുക്കുന്ന പറഞ്ഞേ. ഷാനു
ഗ്യാസിന് തമാശ കളിക്കട്ടോ. തീ കൊടുത്താ ഇത് ഓഫാണ് നോക്കട്ടെ. ഇവിടെ കൊടുത്താൽ മതി. പിന്നെ ഗ്യാസ് വരുമല്ലോ. ഇത് ഡേഞ്ചറാട്ടോ. അവിടെ അല്ല ഇതിലെന്താ വെക്കണേ? ഇതിൽ വെച്ച എങ്ങട്ടാവനാ? ഓഫ് ആയിക്കാം. ഇതൊന്നും വരുന്നുണ്ട് നോക്കട്ടെ. ഈ ഒറ്റ ബുദ്ധികളപ്പൊക്കെയാണല്ലോ ആട് ബിരിയാണി വെക്കണത്. ഇതിലാണ് ആട് ഉണ്ടാക്കുന്നത്. ഏടോ ആട് അതല്ല അതിനല്ല ഇങ്ങോട്ട് വാ. ഒരു ക്വസ്റ്റ്യൻ നബീലേ, പണ്ട് പലരും ഫോം വിളിച്ചപ്പോ 2 മണിക്കൂർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ കുത്തന് കൊടുത്തൊരു കാലുണ്ട്. ഉണ്ട്. പാതിരില്ല പകലില്ലാതെ ക്വസ്റ്റ്യൻ കുത്തണം. നമ്മള് പാവം യൂട്യൂബിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ 4 ആൾക്ക് ഹരായിക്കോട്ടെ 2 ടൈമിൽ എന്ത് ക്വസ്റ്റ്യൻ വാടാൻ കയറാണ്ട് ഒറ്റ പോക്ക്. നബീല് ഫുൾ എക്സ്പോസ്ഡ് ആയി. ഇന്ന് ബാക്കിൽ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലേ, ഇങ്ങനെ വെച്ചു. ഫുൾ ഫിറ്റിംഗ് അർശീനെ ഫുള്ള് കിട്ടി. വ്ളോഗ് ഉണ്ടപ്പോ ഇങ്ങനെ ഞാൻ പാവാണേ. നബീലേ എന്താ അവിടെ പോയിക്കണ ഇങ്ങനെ സൈഡ് ചെത്തിയാണ്ട് ഇങ്ങോട്ട് വാ. എമർജൻസി നമ്പർ ഇതിമ കൊടുത്തിരിക്കണം 1906. ഗ്യാസ് ആവുമ്പോൾ എന്ത് വിധത്തിലുള്ള എമർജൻസി ആണ് വരുമ്പോഴാണ് നമുക്ക് ഇവരെ വിളിക്കേണ്ടി വരിക? കത്തുമ്പോ ലീക്കൊക്കെ വരുമ്പോ കത്തുമ്പോ ഗ്യാസ് അല്ലേ പൊട്ടൂലേ? ഇതിന്റെ എന്താ ഡൗട്ടിനെ കാര്യം. അപ്പൊ ഗ്യാസും കുറ്റിന്റെ ലോകത്ത് ആദ്യമായിട്ട് ഗ്യാസും കുറ്റിന്റെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? എനിക്ക് പറയാൻ എന്നോട് ചോദിച്ചണോ? എന്നാലും പറഞ്ഞോ. ഇജി പറയും ഇനി കേപ്പി പറയും എന്തിനേ കാരം ഗ്യാസ് പോണ്ടോ. അതായത് ഗ്യാസ് പെട്ടെന്ന് ഒരു ലീക്കൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തൊന്ന് വിളിച്ച് അന്വേഷിച്ച് അതന്നെ ഗ്യാസ് ലീക്ക് ആവുമ്പോ പറയാൻ പറ്റില്ല. അല്ല വേറെ ഞാൻ എന്താ പറയാ എന്തിനാവും? എന്ത് എമർജൻസി എമർജൻസിക്ക് എന്ത് എമർജൻസി വരുമ്പോഴാവും എമർജൻസി വന്നാൽ അതിപ്പോ എനക്കൊരു എമർജൻസി ഉണ്ടാവും മൈക്ക് വിളിച്ചാൻ പറ്റുമോ? ഇല്ല ഗ്യാസുമായി റിലേറ്റഡ് ആയിട്ട് അത് എന്താണ് ചോദിക്കണേ? പലതും ഉണ്ട്. ഇവരോട് ചോദിക്കാൻ പറഞ്ഞു അർച്ച എന്താവും? എന്തേലൊക്കെ ഉണ്ടാവുമല്ലോ. സ്ഫോടനോ സ്ഫോടനം വേറെ സ്ഥലത്ത് സ്ഫോടനം ഉണ്ടാവുമല്ലോ. നെറ്റിലോക്കിയില്ലേ? ഇല്ലല്ല റെഡി ആയില്ല നെറ്റിലോക്കിട്ട് എന്നാലും പറയും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഗ്യാസ് ലീക്ക് ആയാലാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കണ്ടെന്നുള്ളത്. അവനോട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതിന്റെ എക്സ്പയറി നോക്കാൻ എങ്ങനെയാ പറയും? ഗ്യാസും കുറ്റിന്റെ ഗ്യാസും കുറ്റിന്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാ? ഗ്യാസ് അതിന് ഗുണം ഗ്യാസിന് എങ്ങനെ എക്സ്പയർ ഡേറ്റ് പിന്നെ ഉണ്ടോ? അല്ല രണ്ട് വാതകങ്ങളും CNG ഇപ്പം ഗ്യാസ് അല്ലേ? CNG ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് അല്ലേ? വണ്ടി യൂസ് ചെയ്യാതെ 2 മാസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ CNG ഉണ്ടാവോ? വെയിലത്തും മയത്തും അപ്പൊ എങ്ങനെയാവും? ഡിസംബർ 2020 ഞാൻ സ്കൗട്ടിന് പോയിന്റ് പക്ഷെ പഠിച്ചില്ലല്ലോ. എന്താണ് എക്സ്പയർ ഡേറ്റോ? ഇത് തീർന്ന എങ്ങനെ അറിയാന്നല്ലേ? അത് ബുക്ക് ചെയ്യാൻ പോലെ അത് വിട്. എക്സ്പയറി ഡേറ്റ് തീരുമ്പോളാ പോലെ പേരിൽ പോലെ എന്തുണ്ട് എക്സ്പയർ ഡേറ്റ് കണ്ടുപിടിക്കാനാ? അടിയിലുണ്ടാവും. പൊക്കിയോ മണ്ടന്മാരെ. ഞാൻ ഒരു കാര്യം പറയട്ടെ ചെങ്ങ ഇതാണെന്ന് പറഞ്ഞു. അതിന് എത്ര ഡേറ്റ് ഇത് പറയും? ഇതോ ഇതല്ലല്ലോ. എടാ ഇതാണെങ്കിൽ ഷോർട്ട് ഫോം ആണ്. ഡിസംബർ 2028 വരെ യൂസ് ചെയ്യാം. ഡേറ്റ് 28 ഡേറ്റ് 28 പോടെ ചെങ്ങ അത്രയും കാലൊന്നും കിട്ടില്ല. ഇതിന്റെ കണ്ടെയ്നർ അല്ലെങ്കിൽ എല്ലാ മാസവും ഡിസംബർ 28 ഒന്ന് ഇറക്കാം. ഈ ടാങ്ക് 28 ഗ്യാസ് എക്സ്പയർ ആവോ ഇല്ലേ? ചോദ്യം ചോദിക്കാണ്. ഗ്യാസ് എക്സ്പയർ ആവില്ല. 2028 ഇതിന്റെ ഈ ടാങ്കിന്റെ കപ്പാസിറ്റി ഞാൻ പറയട്ടെ, എക്സ്പയർ ആവുന്നതോറും വീര്യം കൂടുന്നതാണ്. CNG ഗ്യാസ് അല്ലേ? എക്സ്പയർ ആവുമല്ലോ.
നമ്മൾ കുറേ ദിവസം വെയിലത്ത് നിർത്തിയിട്ടാലും ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് അതിൽ ഇത് കുറയും ഓരോ കുറയില്ല. ഗ്യാസ് എങ്ങനെ ഒരേ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാ? വണ്ടി എല്ലായിടത്തും കൊണ്ട് നിങ്ങളെ പേരിൽ ഫ്രിഡ്ജിലെ വെക്കല് ഗ്യാസ് വീടിന്റെ ഉള്ളില് ഒറ്റ ഒരു ടെമ്പറേച്ചർ അല്ലേ? ഉച്ചക്കത്തെ ടെമ്പറേച്ചർ ആവില്ല, രാത്രിക്കത്തെ ടെമ്പറേച്ചർ. കാറിൽ അങ്ങനെ വരാൻ ചാൻസ് ഒന്ന് വെയിലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാരണം ഉള്ളിൽ ടെമ്പറേച്ചർ മാറ്റം ഉണ്ടാവും. രാത്രിക്കത്തെ ടെമ്പറേച്ചർ ആണോ രാവിലെ ഉച്ചക്ക് ഉണ്ടാവുക? പക്ഷെ എന്നാലും പക്ഷെ ഞാൻ പറയട്ടെ, ബാംഗ്ലൂർക്ക് ബസ് ഇല്ല ഫാൻ ഇടാതെ കിടന്നുറങ്ങല് ഉള്ള പോലെ പറയും. അല്ല എനിക്കറിയണതാ പറയണേ. D28 എന്ന് പറഞ്ഞാല് വർഷത്തിന്റെ ലാസ്റ്റ് ഡിസംബറിന്റെ അവിടെ ഡി എന്ന് പറഞ്ഞാല് ലാസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ഒക്ടോബർ നവംബർ ഡിസംബർ. ഇന്ത്യൻ ഗ്യാസ്കോ പത്തില് പഠിച്ചിട്ടുണ്ട് എക്സ്പയറി ഡേറ്റ് നോക്കാൻ. ഇത് 2000 എമർജൻസി നമ്പറിൽ വിളിച്ചേക്കാം. അപ്പൊ വേഗം ഫോൺ എടുക്കുമല്ലോ. ഇപ്പൊ തീരുമാനാക്കി തരാം. എമർജൻസി നമ്പറിൽ വിളിക്കണ്ട. നോ എക്സ്പയറി. എക്സ്പയറി ഇല്ല. സിലിണ്ടറിനുണ്ടാവും. നോ LPG സിലിണ്ടറോ സിലിണ്ടർ അലിഞ്ഞു ഒന്ന് പോടാ. ഒരു സാധനം ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ. ഈ 28 ആണ് 2020 എക്സ്പയറി ഉണ്ട്. അതെ ഫിക്സഡ് എക്സ്പയറി ഇല്ലാന്നുള്ളൂ. എക്സ്പയറി ഉണ്ട്. ടെസ്റ്റ് പാസ് ആയിട്ടില്ലെങ്കിൽ അത് പോവും. അപ്പൊ 10 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ആ റീടെസ്റ്റില് അതില് ഗ്യാസ് ഉണ്ടോ നല്ലതാണോ വർക്ക് ഉണ്ടോ നോക്കാനാ. ഒരു ഗ്യാസിനെ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചത് നമുക്ക് ആടിലേക്ക് തിരിച്ചു വരാം. അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഇക്കു നമ്മളെ കൂടെ ഇതൊക്കെ അറിവാണ്. ഈ വ്ളോഗ് കാണുന്നവർക്ക് അത് മനസ്സിലായി. മനസ്സിലായി. അറിവിന്നില്ല ഇത് വ്ളോഗ് ആണല്ലോ. ആരൊക്കെ വ്ളോഗ് എന്തേ ഇതിൽ സ്റ്റാർ ഇല്ല. എന്തുകൊണ്ട് സ്റ്റാർ ഇല്ലാത്തത്? അജത് പോവാ ഫുഡ് കഴിച്ചോളാ. സുഹൃത്തുക്കളെ അജുവത് ഇവിടെ പറയുകയാണ്. ഭയങ്കര സന്തോഷം പക്ഷേ സങ്കടം പാളിപ്പോയി അജുവത്. അപ്പം ഇത്രയും ദിവസം നമ്മുടെ വ്ളോഗുകളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞാടിയ നമ്മുടെ AJB തൻ്റെ ബാംഗ്ലൂരിലെ തിരിച്ച് തൻ്റെ കോട്ടയിലേക്ക് പോവുകയാണ്, ബാംഗ്ലൂരിലേക്ക് ചലിക്കുകയാണ്. അപ്പോൾ AJBക്ക് എല്ലാവരും ആശംസകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ബെറ്റർ ദാൻ ഇത് അടുപ്പിച്ചൊരു വ്ളോഗാക്കി എല്ലാവരും ചടപ്പിക്കാണ്ട് രണ്ട് വ്ളോഗായിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും ആടിനെ പൊടിക്കുന്നത് മുതൽ ഇവിടെ വരെയുള്ള നമ്മൾ എടുത്തു. അപ്പോൾ ഇതൊരു വ്ളോഗും എങ്ങനെയാ മോളെ അജോദേ കേറ് അജത് പോവല്ലേ? എടങ്ങാറായി. ഞാൻ ഒരു മട്ടമന്തിന്റെ പൈസ ഗൂഗിൾ പേ ചെയ്യാം. പറഞ്ഞല്ലോ അത് ഭക്ഷണമായി കയറി കേട്ടോ. ഫിഫടല്ലേ എജ്ജ് ഫിഫ ഇടുമ്പോ ഓന്റെ ഫിഫ പോകും. ഓനടെ ഷിഫയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ബാംഗ്ലൂര്. ആ ഷിഫ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അല്ല ഫിഫ. ഫുഡ് വാങ്ങി കയറി കേട്ടോ. പോവല്ലേ പ്ലീസ്
നിന്റെ ചേക്കനാണ് തോട്ട. ഇയാളുടെ ഒരു സന്തോഷേ. നമുക്ക് രാത്രി ഇയാളുടെ മറ്റേ വീഡിയോ ഞാൻ എന്റെ മറ്റേ വീഡിയോ ഇട്ടപ്പോ ഉണ്ടാന്നു. എന്താ കരയണേ? കരയണെന്തിനാ? ഭക്ഷണം വാങ്ങിക്കറിയാം ഞാൻ ബൈ ബൈ പോയി വാ. സങ്കടം പുറത്ത് കാണിച്ചിട്ട് ഉള്ളിൽ വാങ്ങിച്ചിരി. സുൽത്താൻ ബത്തേരി. അപ്പൊ ബാംഗ്ലൂർക്കല്ലല്ലോ, അവിടുന്ന് കാറിന് സുൽത്താൻ ബത്തേരി. എവിടം വരെ ബൈക്കിന്? ബൈക്കിനല്ല, ബസ്സിന്. സുൽത്താൻ ബത്തേരി വരെ. അവിടുന്ന് കാറിന്. ആരെ കാറിന്? ഫ്രണ്ടിന്റെ കാറിന്. തെമീമോ? തെമീമിന്റെ പേര് സുൽത്താൻ. ഇല്ലല്ല തെമീമേ എവിടെയുള്ള കണ്ണൂരല്ലേ? ആ ഓക്കെ. ഇന്ന് വയനാട്ടിലേക്ക് വരുന്നുണ്ടോ? എപ്പോ? എന്തിന്? ബാംഗ്ലൂർക്ക് പോയാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആരൊക്കെയുണ്ട് വണ്ടിയില്? അജോദോ മുഫീദോ പിന്നെ പിന്നെ ആരാളെ? ഇതാരില്ല. ലേഡീസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, ചെക്കനല്ല. വീട് പണി കണക്ഷൻ ഇല്ല. പഠിക്കാൻ എന്ത് നീറ്റ് ഓക്കെ 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 ഓക്കെ. എപ്പോഴാ വയനാട് എപ്പോഴാ എത്തുക? വയനാട് ഒരു മണിക്കൂർ കൊണ്ട് എത്തും. തമിഴ്നാടോ? എടാ അല്ല, വയനാട് 1 മണിക്കൂർ കൊണ്ട് എത്തോ? ഇപ്പൊ അതിലെ വലിയ കളയണോ? ഞാൻ ഇപ്പൊ തമിഴ്നാട് 1 മണിക്കൂർ കൊണ്ട് എത്തുന്നു. തമിഴ്നാടല്ല, വയനാട് എത്തുക. ആ ഓക്കെ ഓക്കെ. ശരി ശരി. ഭക്ഷണം വാങ്ങി പോയിക്കോട്ടോ. വിളിക്ക് വിളിക്ക്, എന്തെങ്കിലും ആവശ്യം വിളിക്ക്. ഓക്കെ ബൈ. അപ്പൊ സുഹൃത്തുക്കളെ, നൂറ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്തും ഹായ്. അപ്പൊ നമ്മളെ സുഹൃത്തും വഴികാട്ടിയുമായ നൂറ നമ്മളെ കൂടെ ഉണ്ട്. ബാ, എവിടുക്ക വൈകുന്നേരം തന്നെ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടാണ്ട് നാട്ടിലെ ഈവനിങ് വൈബിന് ഇറങ്ങിയാണോ? അസ്സലാമലൈക്കും. വരി. അതിനിപ്പോ എന്താ, എവിടുക്കാ പോണേ? നമ്മളെ ഒരേ ഒരു മെമ്പറാണ് കേട്ടോ, നമ്മളെ കുഞ്ഞിപ്പാക്കാണ്. ഒരു ഫോട്ടോ എടുത്താ ചോദിച്ചാ എല്ലാരും ഓരോരോ സ്ഥലത്തില്ലല്ലോ. എരുതിയിലോ? ആ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി ഈ വ്ളോഗിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ ആടിനെ വാങ്ങിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. നമ്മൾ 29 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് എന്തായിട്ടും കാണാം. ഈ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 വ്ളോഗ് ആക്കുന്നത്. നമ്മളോ ഈ കാണുന്ന ആൾക്കാരനുള്ളൂ നമ്മൾ. ഒന്ന് എൻ്റെ അടുത്ത ഷാനോ ഓക്കെ. ഇതപ്പം പറയും ഇരുവാളൊന്നും ഉണ്ടാവില്ല. ഇല്ല ഇല്ലേ? 5 ആൾക്കാർ ഇവിടുന്ന്. ആ അതുണ്ടാവും. അപ്പണ്ടാവും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും മറ്റൊരു വ്ളോഗിൽ കാണാം. ഇതിൻ്റെ ബാക്കിയുള്ള വ്ളോഗ് എന്തായാലും മസ്റ്റായിട്ടും കാണാം. കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നതായിരിക്കും.
അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.